കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണകുംഭകർണനിധനം സമ്പൂർണ്ണരാമായണം. ജയ് ശ്രീരാമ രാമ, ജയ് ശ്രീ ഹനുമാൻ സ്വാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീരാമായണം 6-ാം ദിവസത്തെ ഭാഗത്തിലേക്ക്, അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ഭാഗം നമ്മൾ വിവരിച്ചത് രാമൻ്റെ രാജ്യാഭിഷേകത്തിനുള്ള ആലോചനകളൊക്കെ തകൃതിയായി ദശരഥ മഹാരാജാവും മറ്റ് സാമന്തന്മാരായിട്ടുള്ള രാജാക്കന്മാരെയും മന്ത്രി പ്രമുഖന്മാരെയും വസിഷ്ഠ ഗുരുവിനെയും ഒക്കെ വിളിച്ച് ആലോചിച്ച് തീരുമാനിക്കുന്നു. തൊട്ട് അടുത്ത ദിവസത്തെ ഏറ്റവും ശുഭകരമായ മുഹൂർത്തത്തിൽ തന്നെ അത് നടത്തുവാനുള്ള തീരുമാനമൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അത് രാമനോടും പറയുന്നു. രാമനും സന്തോഷമായി അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ എല്ലാവരും സഭ പിരിയുന്നു. അതിനുശേഷം രാമൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന ശേഷം നാരദ മഹർഷി ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ഒരു സംവാദം നടക്കുകയാണ്. എവിടെയും നാരദ മഹർഷിയാണ് കാര്യങ്ങളെല്ലാം സുഗമമായി ലോകപാലനത്തിന് ഉതകുന്ന വിധത്തിൽ വളരെ വേഗം കാര്യങ്ങൾ നടത്തുവാൻ ഈശ്വരൻ്റെയും അവതാരമൂർത്തികളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് എല്ലാ പുരാണങ്ങളും വായിച്ചാൽ മനസ്സിലാവും. നാരദൻ എന്നാൽ നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ചിന്തകളുടെ പ്രതീകമായിട്ടാണ് തത്വവിചാരാർത്ഥം ചെയ്യേണ്ടത്. അപ്പോൾ നാളെ പട്ടാഭിഷേകം ചെയ്യാനിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ അരികിലേക്ക് ഇന്ന് അത് അറിഞ്ഞിരിക്കുന്ന വേളയിൽ നാരദ മഹർഷി വരികയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വളരെ ഉപചാരപൂർവം നാരദ മഹർഷിയെ പാദമൊക്കെ കഴുകി പൂജിച്ച് ആ തീർത്ഥം താൻ തളിക്കുകയും ഒക്കെ ഉണ്ടായി, പാദതീർത്ഥം. അങ്ങനെ വളരെ ഉപചാരത്തോടു കൂടി ചോദിച്ച ശേഷം എന്താണ് അങ്ങയുടെ വരവെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി ശ്രീരാമചന്ദ്രനാകുന്ന സാക്ഷാൽ ബ്രഹ്മത്തെ ധാരാളം സ്തുതിക്കുന്നുണ്ട്. അതിനുശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ബ്രഹ്മദേവൻ ഭൂമിദേവിയുടെ വേദന സഹിക്കാൻ വയ്യാതെ ഭൂമിദേവിയും ബ്രഹ്മദേവനും മറ്റ് ദേവാദിദേവന്മാരും ചേർന്ന് അങ്ങയുടെ അരികിലേക്ക് വന്ന് ഭൂഭാരം തീർക്കുവാൻ, താപസന്മാരുടെ രക്ഷയ്ക്കും ഭൂമിയുടെ രക്ഷയ്ക്കും വേണ്ടി അവിടുന്ന് അവതാരം ചെയ്യണം എന്ന് കേണപേക്ഷിച്ച കാരണം അവിടുന്ന് മർത്യവേഷത്തിൽ അയോധ്യാധിപന്റെ മകനായി ജനിച്ചതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അങ്ങ് രാവണനെ കൊന്ന് ലോകങ്ങളെല്ലാം പരിപാലിക്കാമെന്ന ദേവകളോട് അങ്ങ് അരുൾ ചെയ്ത വണ്ണം സംഭവിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ രാജ്യരക്ഷാർത്ഥമായിട്ട് അങ്ങ് രാജാവായി മാറുവാൻ വേണ്ടി അങ്ങയുടെ പിതാവും മറ്റുള്ളവരും രാജാവാകാൻ, അയോധ്യയുടെ അധിപനായി രാജകീയമായ ഭൗതിക സുഖങ്ങളിൽ ജീവിക്കുവാൻ ഉള്ള കോപ്പ് കൂട്ടുന്നു. അവിടുന്ന് അതിന് താല്പര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സത്യത്തെ രക്ഷിച്ച് ലോകത്തെ രക്ഷിക്കുവാനുള്ള അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി അങ്ങ് അവതാരം ചെയ്തപ്പോൾ രാജ്യരക്ഷാർത്ഥം മാത്രം നോക്കി ലോകത്തെ പാലിക്കുന്നത് അവിടുന്ന് ശരിയായ ധർമ്മമല്ലല്ലോ, അത് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ് ഞാൻ എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, സത്യത്തെ ഞാൻ ഒരു നാളിൽ ലംഘിക്കുകയില്ല. എന്ത് വിഷാദം എൻ്റെ ചിത്തത്തിലുണ്ടായാലും ശരി, ഞാൻ യാതൊരു സത്യത്തിനും വിരോധിയാവുകയില്ല. കാലത്തിൻ്റെ യാതൊരു താമസവും കാലവിളംബം കൂടാതെ നാളെ തന്നെ ഞാൻ വനത്തിന് പോകുന്നുണ്ട്. പോയതിന് ശേഷം
എല്ലാ രാവണനെയും അദ്ദേഹത്തിൻ്റെ സഹചാരികളായിട്ടുള്ള എല്ലാ രാക്ഷസന്മാരെയും നിഗ്രഹിച്ച് ഭൂമിയെ രക്ഷിച്ച് ഭൂമിദേവിയുടെ സങ്കടം മാറ്റി ജനങ്ങളെ സമാധാനിപ്പിക്കുവാൻ, അധർമ്മത്തെ ഇല്ലാതാക്കുവാൻ നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയാണെന്ന് നാരദ മഹർഷിയോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ മനുഷ്യരോരോന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുന്നു. നാളെ ഇന്നത് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. രാവിലെ സംഭവിക്കുന്നത് അതുവല്ലോ ആണോ? ഈ തീരുമാനിക്കുന്ന വ്യക്തി ഒരുപക്ഷെ നാളെ ഉണരാനുണ്ടാവുകയില്ല. ഉണ്ടായാൽ തന്നെ ജീവിതത്തിൽ അതൊന്നും ആയിരിക്കുകയില്ല പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അത് ദൈവഹിതമുണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവഹിതമല്ലാത്തതെല്ലാം ദൈവേച്ഛയ്ക്ക് അനുസൃതമായി മനുഷ്യൻ തീരുമാനിച്ചാലും സംഭവിക്കുകയുള്ളൂ എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് രാമായണത്തിലെ ഈ പ്രധാനപ്പെട്ട ഭാഗം, രാമൻ്റെ വിച്ഛിന്നമാകാൻ പോകുന്ന അഭിഷേകത്തെക്കുറിച്ച്. അതിനുശേഷം രാമൻ്റെ അഭിഷേകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി വൃദ്ധനായ ദശരഥ മഹാരാജാവ് ഗുരുവായ വസിഷ്ഠ തപോധനനെ വിളിച്ചു വരുത്തുകയും പൗരജനങ്ങളെയും ഒക്കെ വിളിച്ചു കൂട്ടുന്നു. പ്രധാനമായിട്ടും വസിഷ്ഠ മഹർഷിയോട് പറയുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, എനിക്ക് വളരെ പ്രായമായി, പൗരജനങ്ങളെയും മന്ത്രിമുഖ്യന്മാരെയും എല്ലാം വിളിച്ചു വരുത്തി എത്രയും വേഗം നാളത്തെ ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ വേണ്ട കാര്യങ്ങൾ, രാമനെ രാജാവായി വാഴിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. എനിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അതുപോലെ തന്നെ സാധിച്ചു കൊടുക്കണം എന്ന് മന്ത്രിയായ സുമന്ത്രരോട് പറയുകയാണ്. വസിഷ്ഠ മഹർഷി എന്താണോ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത് അതെല്ലാം അതുപോലെ തന്നെ സംഭരിച്ച് വയ്ച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. രാമനോടും അവിടുന്ന് തന്നെ ചെന്ന് ഇപ്പോഴേ ഈ വിവരം അറിയിക്കണമെന്ന് വസിഷ്ഠനോട് മഹാരാജാവ് ഉപദേശിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, തോരണങ്ങളെല്ലാം ഉയർത്തണം, നല്ല രാജകീയ പതാകകൾ നാടുനീളെ ഉയരണം, പെരുമ്പറകൾ കൊട്ടി ലോകം മുഴുവൻ ഇത് അറിയിക്കണം, എല്ലാ ദിക്കുകളും മുഴങ്ങുന്ന വിധത്തിൽ വേണം പെരുമ്പറ, പട്ടാഭിഷേകത്തെക്കുറിച്ചുള്ള പെരുമ്പറ മുഴക്കേണ്ടത്. അതുപോലെ തന്നെ സുമന്ത്രരെ നോക്കി വസിഷ്ഠൻ പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവ് പോയ ശേഷം സുമന്ത്രരോട് പറയുകയാണ് വസിഷ്ഠ മഹർഷി, നാളെ പുലർകാലെ സുന്ദരിമാരായ കന്യകമാര് 16 പേര് മധ്യഭാഗത്ത് നിന്ന് താലപ്പൊലി എടുക്കണം. അതുപോലെ തന്നെ ആനകളെ പൊന്നണിയിച്ച് നെറ്റിപ്പട്ടം അണിയിച്ച ആനകൾ വേണം. ഐരാവതത്തിന് തുല്യമായിട്ടുള്ള ആനകളെ വേണം. ഏറ്റവും കൊട്ടാരത്തിൽ ധാരാളം ആനകളുണ്ട്. ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വലിപ്പമുള്ള ഗജവീരന്മാരെ കൊണ്ടുവന്ന് ഒരുക്കി കൊണ്ടുവരണം. അതുപോലെ തന്നെ നാനാ ദിവ്യ തീർത്ഥങ്ങളിലെ ആ ദിവ്യമായിട്ടുള്ള ജലം കൊണ്ടുവരണം. അതുപോലെ രത്നങ്ങൾ, ദിവ്യങ്ങളായിട്ടുള്ള രത്നങ്ങളും ഒക്കെ ആ സ്വർണ്ണ കലശത്തിൽ പതിക്കണം. ഈ തീർത്ഥങ്ങൾ കൊണ്ടുവരുന്ന കലശങ്ങൾ വളരെ വിചിത്രമായ രീതിയിൽ രത്നങ്ങൾ പതിച്ചവയായിരിക്കണം. അതൊരു 100 കലശം തന്നെ വേണം. കലശകുടങ്ങൾ സ്വർണം കൊണ്ടുള്ള 100 എണ്ണം വേണം. അതിൽ ചന്ദനത്തിന്റെ ഇല കൊണ്ട് വായി കെട്ടി വെച്ചിരിക്കണം. അതുപോലെ പുതിയ പുലിത്തോൽ വരുത്തണം. സുവർണ ദണ്ഡ്, രാജാവിൻ്റെ ദണ്ഡ്, സുവർണ ദണ്ഡ് വേണം. മണിശോഭിതമായ രാജാവിന് ആ ഒരു രാജകീയ ചിഹ്നങ്ങളായിട്ടുള്ള മണിമയമായ മാലകളും മണി പതിച്ചിട്ടുള്ള സുവർണ ദണ്ഡും വേണം. അതുപോലെ മുത്തുകൾ പതിച്ച ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വേണം. ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിജനങ്ങൾ വന്ന് അനുഗ്രഹ ആശസ്സുകൾ കൊടുക്കുവാൻ വേണ്ടി അവർ മുൻനിരയിൽ തന്നെ നിൽക്കണം. ഗായക വൃന്ദങ്ങളും നർത്തകരും ദിവ്യമായിട്ടുള്ള വാദ്യപ്രയോഗങ്ങളും എല്ലാം വേണം. അതുപോലെ ആനപ്പടയും കുതിരപ്പടയും കാലാൾപ്പടയുമൊക്കെ ദിവ്യ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആഡംബരത്തോടുകൂടി തങ്ങളുടെ ശക്തി കാണിക്കുന്ന പ്രകടനവും ഉണ്ടാവണം.
ദേവാലയങ്ങളിലെല്ലാം ബലി പൂജാദികളെല്ലാം നടത്തണം ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ ഭൂമിപാലന്മാരെ, രാജാക്കന്മാരെ, പല സ്ഥലങ്ങളിലുമുള്ള സാമന്തരായിട്ടുള്ള രാജാക്കന്മാരെ എല്ലാം അയോധ്യയിലെ രാജാധിപന്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും സാമന്തന്മാരുമായിട്ടുള്ള ധാരാളം രാജാക്കന്മാരുണ്ട്. അവരെ എല്ലാം വരുത്തുക. ഒപ്പം രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള ആ പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്ന് വസിഷ്ഠൻ മഹർഷി സുമന്ത്രരോട് പറയുകയാണ്. പിന്നീട് ചെന്ന് വസിഷ്ഠൻ തന്നെ ശ്രീരാമചന്ദ്രനോട് നാളത്തെ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ വളരെ പ്രഭാതത്തിൽ തന്നെ അങ്ങ് വരണം. ഇന്ന് സീതാദേവിയുമായി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച്, വ്രതമനുഷ്ഠിച്ച് ജീവിക്കുക. നാളെ അയോധ്യയുടെ അധിപനാകുവാൻ വേണ്ടി അങ്ങ് വളരെ പ്രഭാതത്തിൽ തന്നെ സജ്ജമായി കൊള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയോടും സുമിത്രയോടും അവരവരുടെ കൊട്ടാരത്തിൽ ചെന്ന് ഈ സന്തോഷ കാര്യങ്ങൾ പറയുന്നു. ആ സന്തോഷത്തോടുകൂടി ഇത് അറിഞ്ഞ നേരത്ത് വളരെ കൗസല്യയും തനിക്ക് തൻ്റെ അഭ്യുദയകാംക്ഷികൾക്ക് സ്വർണവും മറ്റ് സമ്മാനങ്ങളും ഒക്കെ സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മകൻ്റെ അഭ്യുദയത്തിന് വേണ്ടി ദേവി അവിടുന്ന് തന്നെ എനിക്ക് തുണയുള്ളൂ, അവിടുത്തെ കൈകളിൽ എൻ്റെ മകനെ കൊടുക്കുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമാണ് അഭിഷേക വിഘ്നം വരുന്നത്. അപ്പോൾ സത്യസന്ധനായ ദശരഥൻ പുത്രനെ അഭിഷേകം കഴിച്ചിടുന്ന ആ കാര്യങ്ങൾ എല്ലാം സന്തോഷത്തോടുകൂടി ഇനിയും കേകയ രാജ്യത്തെ മകളായ കൈകേയിയുടെ മൂന്നാമത്തെ മൂന്ന് ഭാര്യമാരിൽ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ഇനി ദശരഥൻ പോവുകയാണ് ഈ വിവരം പറയുവാന്. കൈകേയിയോടൊപ്പമാണ് ദശരഥ മഹാരാജാവ് വസിക്കുന്നത് കൂടുതൽ സമയവും. കാരണം കൈകേയിയാണ് ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും എപ്പോഴും സന്തോഷത്തോടുകൂടി കൂടുതൽ സമയം ചിലവഴിക്കുന്നതും വളരെ പ്രേമ പാരവശ്യത്തോടെ രാജാവിനോട് ഇടപെടുന്നതും കൈകേയിയാണ്. അപ്പോൾ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് അതിനു മുമ്പ് തന്നെ മന്ധരയെ ഭഗവാന്മാരുടെ, അതായത് ദേവന്മാരുടെ നിയോഗമനുസരിച്ച് സരസ്വതി ദേവി വിടുകയാണ്. അവിടെ സരസ്വതി ദേവിയോട് ദേവന്മാർ പറയുന്നു, ദേവി ഭഗവതി അവിടുന്ന് ഭൂമിയിലെത്തണം, കൈകേയിയുടെ സേവകയായ മന്ധരയുടെ നാവിൽ അവിടുന്ന് വിളങ്ങണം, ഒപ്പം കൈകേയിയുടെയും. ഈ രാമാഭിഷേകം നാളെ പ്രഭാതത്തിൽ നടക്കാൻ പോകുന്നത് ശ്രീരാമ പട്ടാഭിഷേകം മുടക്കണം. എങ്കിൽ മാത്രമേ ദേവകാര്യാർത്ഥമായി രാമചന്ദ്രൻ ഭൂമിയിൽ അവതാരം ചെയ്ത കാര്യങ്ങൾ നടക്കുകയുള്ളൂ. രാജാവായി സീതാദേവിയോടും മറ്റ് ബന്ധുജനങ്ങളോടുമൊപ്പം കൊട്ടാരത്തിൽ വസിച്ചാൽ രാവണനെ നിഗ്രഹിക്കുക എന്ന കർമ്മം, അതുപോലെ തന്നെ മറ്റ് മഹർഷിമാർക്കും സാധുജനങ്ങൾക്കും വിരോധമുണ്ടാക്കുന്ന, അവർക്ക് ദ്രോഹം ചെയ്യുന്ന ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള കർമ്മം ചെയ്യാൻ കഴിയില്ല. രാജ്യപാലനമായി രഘുരാമൻ ഇരുന്നു പോകും. അതുകൊണ്ട് ദേവി എത്രയും വേഗം, സരസ്വതി ദേവി എത്രയും വേഗം മന്ധരയുടെ നാവിൽ വിളയാടണം, കൈകേയിയുടെ നാവിലും. അതിനുവേണ്ടി ആ ദേവകാര്യാർത്ഥമായിട്ടാണ് പെട്ടെന്ന് മന്ധരയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ മന്ധര കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ കൈകേയി ദേവി അവിടെ കട്ടിലിൽ ശയിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് രാജ്യമാകെ ഒരു ഉത്സാഹം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മന്ധര എന്ന് ചോദിക്കുമ്പോൾ, അറിഞ്ഞില്ലേ, നീ മൂഢയെ പോലെ കിടന്നുറങ്ങുകയാണോ, ശ്രീരാമചന്ദ്രന്റെ അഭിഷേകമാണ് നാളെ പ്രഭാതത്തിൽ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഏറ്റവും വിലപിടിപ്പിച്ച ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ മന്ധരയ്ക്ക് നൽകുകയാണ് ഈ കൈകേയി മാതാവ്. അപ്പോൾ പറയും, നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളൂ, നിന്റെ കഷ്ടകാലം വരാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ മന്ധരയുടെ നാവിലൂടെ സരസ്വതി ദേവിയുടെ ആ വിളയാട്ടം
നടക്കുമ്പോൾ കൈകേയി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് ശ്രീരാമചന്ദ്രൻ എൻ്റെ മകനെ പട്ടാഭിഷേകം ചെയ്യുന്നതിന് നിനക്കെന്താണ് ഇത്ര വിരോധം? എൻ്റെ മക്കളിൽ എൻ്റെ മകനെ ഏറ്റവും എനിക്ക് പ്രിയമുള്ള മകനാണ് രാമൻ. എന്തെങ്കിലും ഒരു നല്ല കാര്യം രാമന് കിട്ടിയാൽ അവൻ എൻ്റെ അടുക്കെയാണ് ആദ്യം കൊണ്ടു തരുന്നത്. ഞാനാണ് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ. അതുപോലെ തന്നെ എന്നെ ശുശ്രൂഷിക്കുവാൻ ഒരു മടിയും കൂടാതെ എത്ര മണിക്കൂർ വേണേലും എൻ്റെ കൊട്ടാരത്തിൽ ചെലവഴിക്കും രാമൻ. എൻ്റെ രാമനോളം നീതിമാനായ, ശാന്തനായ, സ്നേഹസ്വരൂപനായ ആരുണ്ട് ഭൂമിയിൽ മന്ദരെ എന്ന് കൈകേയി ചോദിക്കുകയാണ്. അപ്പോൾ ആ കൈകേയി മാതാവിൻ്റെ നിഷ്കളങ്കമായ ആ വാത്സല്യം ഒന്ന് ആലോചിച്ച് നോക്കൂ രാമനോടുള്ളത്. എന്താണ് പിന്നെ അവിടെ കൈകേയി പെട്ടെന്ന് കോപാക്രാന്തയായി ഷഠയായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. കൗസല്യയോളം തന്നെ മാതൃവാത്സല്യം രാമനോടുള്ള ആളാണ് കൈകേയിയും. പക്ഷേ അവിടെ ദേവകാര്യാർത്ഥമായിട്ട് സരസ്വതി ദേവി വന്ന് മന്ധരയുടെ നാവിൽ പ്രവർത്തിച്ചപ്പോൾ മന്ധര പറയുന്നത് അതൊക്കെ ശരിയാണെന്ന് ഈ തോന്നിപ്പിക്കുകയാണ് കൈകേയിയെ കൊണ്ട് സരസ്വതി ദേവി. അപ്പോഴാണ് പറയുന്നത്, നീ രാജമാതാവാകാതെ വരും. കൗസല്യ ആണ് രാജമാതാവാകുന്നത്, ശ്രീരാമചന്ദ്രനാണ് രാജാവാകുന്നതെങ്കിൽ. അപ്പോൾ ലക്ഷ്മണൻ എപ്പോഴും രാമന്റെ കൂടെ ഉള്ളത് കൊണ്ട് സുമിത്രയും രാജമാതാവിന്റെ സ്ഥാനത്ത് തന്നെയാകും. നിന്റെ മകനാകട്ടെ ഭരതൻ, അവൻ ഒന്നുമല്ലാതെ ആയി പോകും. അപ്പോൾ മറ്റുള്ളവരുടെ അടിമയായിട്ട് നിനക്ക് ജീവിക്കേണ്ടി വരും കൈകേയി എന്ന് ഈ മന്ധരയാകുന്ന തോഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മുതുകിൽ ഒരു കൂനൊക്കെയുള്ള ആളാണ് മന്ധര. അതായത് യഥാർത്ഥത്തിലുള്ള രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപമുള്ള ആള്, കൂനുള്ളതും മുഖം വക്രമുഖമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഈ സ്ത്രീകളുടെ ശാസ്ത്രം വെച്ച്, ശരീരശാസ്ത്രം വെച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഉപദേശം, അതായത് ചന്ദനം ചെന്നിട്ട് ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനത്തോട് ചേർന്നിരുന്നാലും ചന്ദനത്തിന്റെ ഗന്ധം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ കൈകേയി വളരെ സ്നേഹമതിയും സത്യസന്ധതയും വളരെ ആർദ്രഹൃദയയും വാത്സല്യം നിറഞ്ഞവളുമായ രാജമാതാവാണെങ്കിൽ പോലും, ശ്രേഷ്ഠയായ രാജകുടുംബത്തിലെ കുലീനയായ മാതാവാണ് എങ്കിൽ പോലും ഈ മന്ധരയോട് കൂട്ടുകൂടിയപ്പോൾ രാജമാതാവിനും ദോഷം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരും ലോകം ഉള്ള കാലത്തോളം കൊള്ളരുതാത്ത ഒരു അമ്മയായി ചിത്രീകരിക്കപ്പെട്ടു, ആ ചീത്തയായ സ്ത്രീയായിട്ടുള്ള കൂട്ടുകൂടൽ കൊണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ അതിന് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിഷമിച്ച് കൈകേയിയമ്മ ഇരിക്കുമ്പോൾ മന്ധര തന്നെയാണ് ഒരു ഉപാധി പറഞ്ഞു കൊടുക്കുന്നത്. ദേവലോകത്ത് ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോയപ്പോൾ ആ രഥത്തിന്റെ പഴുത് നഷ്ടപ്പെട്ടപ്പോൾ ആ രഥം തകർന്നു പോകാതെ നിന്റെ വിരൽ വെച്ചിട്ടാണല്ലോ അത് അടച്ച് ആ യുദ്ധം വിജയിപ്പിച്ചത്. അപ്പോൾ രാജാവ് അത് അറിഞ്ഞതിന് ശേഷം നിന്നെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചില്ലേ, എന്താണ് ഞാൻ ഇതിന് പ്രത്യുപകാരമായി ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ 2 വരം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴെനിക്കത് വേണ്ട, ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്നല്ലേ പറഞ്ഞത്? അതല്ലേ സത്യം. ഭർത്താവിനെ രക്ഷിക്കുക, ആപത്ഘട്ടങ്ങളിൽ രക്ഷിക്കുക എന്നത് ഭാര്യയുടെ ധർമ്മമാണ്. അവിടെ കൊടുക്കൽ വാങ്ങലിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതാണ് യഥാർത്ഥ ബന്ധം. എനിക്ക് സന്തോഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളുടെ ഭർത്താക്കന്മാർ നമ്മൾ നമ്മുടെ കുടുംബത്തിനും അവർക്കുമൊക്കെ വേണ്ടി ചെയ്യുന്ന നല്ല നല്ല കർമ്മങ്ങൾ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമുക്കെല്ലാം വാങ്ങിത്തരും, അല്ലെങ്കിൽ നമുക്കെല്ലാം ചെയ്തു തരും. അപ്പോൾ നമ്മൾ അത് സന്തോഷം കൊണ്ടാണ്, നമ്മളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ്. അല്ല, നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭാര്യയുടെ ധർമ്മമല്ല. അതുതന്നെയാണ് ഇവിടെ കൈകേയിയും ചെയ്തത്. കൈകേയിയുടെ ആ ധർമ്മമൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇപ്പോൾ വേണം ആ 2 വരങ്ങൾ ചോദിക്കാൻ. ഒന്ന്, ഭരതനെ രാജാവാക്കുക. മറ്റൊന്ന്, ശ്രീരാമചന്ദ്രനെ 14 സംവത്സരക്കാലം വനത്തിലേക്ക് പറഞ്ഞു വിടുക. അയ്യോ, ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും എൻ്റെ ദൈവമേ എന്ന് കൈകേയി ചോദിച്ചു. അപ്പോൾ കൈകേയിയുടെ മനസ്സിൽ തോന്നുവാണ്, പക്ഷേ മന്ധരയാകുന്ന ആ നാവിലൂടെ വന്ന വിഷം അത്രയ്ക്കും കൈകേയിയുടെ മനസ്സിലേക്ക് കലർന്നുപോയി. അങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിന്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ച്, അങ്ങനെ വസ്ത്രങ്ങളൊക്കെ വികലമായിട്ട് ഉടുത്തുകൊണ്ട് മുടിയെല്ലാം അഴിച്ച് മുഖത്തെ ഒരുക്കങ്ങളും പുട്ടൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് വളരെ കോപാക്രാന്തയായിട്ട്
അലഞ്ഞുലഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് തറയിൽ ഈ കട്ടിലിൽ ശയിക്കാതെ തറയിൽ കിടക്കുക, രാജാവ് ഇപ്പോൾ വരും, അപ്പോൾ നിന്റെ കോപം കാണിക്കുക എന്നൊക്കെ ആ മന്ധര പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് പ്രകാരം യാതൊരു ചിന്തയും കൂടാതെ നമ്മുടെ കൈകേയി മാതാവ് അതുപോലെ പ്രവർത്തിച്ചു. രാജമാതാവിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയിൽ നിന്ന് ഒരു അസൂയയും വിദ്വേഷവും കുടുംബത്തിൻ്റെ ഒരു കുലത്തിൻ്റെ നാശത്തിനു വേണ്ടി ആണ് താൻ ചെയ്യുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഇതെല്ലാം ഈ ഒരു വലിയ ആപത്തിലേക്ക് ചെന്നപ്പെടുകയാണ്. കൗസല്യ മാതാവിനോടും സുമിത്രയോടും ഒക്കെ ഈ സന്തോഷ വർത്തമാനം പറഞ്ഞ ആഹ്ലാദത്തിൽ രാജാവ് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ദൂരെ കാണുമ്പോൾ തന്നെ സ്നേഹത്തോടുകൂടി വന്ന് പ്രണയത്തോടുകൂടി നോക്കി ചിരിക്കുന്ന ആളിനെ തൻ്റെ പ്രിയതമെ കാണുന്നില്ലല്ലോ, എൻ്റെ മനസ്സിന് അതുകൊണ്ടൊരു ഉന്മേഷം തോന്നുന്നില്ല, അവളെ കാണാത്തത് കൊണ്ട്, അവളുടെ ആ സ്നേഹവും സന്തോഷവും ഒന്നും കാണാത്തത് കൊണ്ട് എന്ന് ചിന്തിച്ച് രാജാവ് കൊട്ടാരത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്തേ എന്ന് അന്വേഷിക്കുമ്പോഴാണ് സഖിമാർ പറയുന്നത് കോപം മുഴുത്ത് അങ്ങനെ വിഹുലമായ രീതിയിൽ അവിടെ പിണങ്ങി കഴിയുകയാണെന്ന്. അപ്പോൾ രാജാവ് കണ്ടിട്ട് അന്തം വിടുകയാണ്. അയ്യോ, ഇതെന്തു പറ്റിയത്? എന്താണ് ഒരു സുന്ദരമായ സന്തോഷമുള്ള ദിവസം, എന്തു പറ്റി നിനക്കിത്? എൻ്റെ പ്രിയതമേ, നിനക്ക് എന്താണ് പറ്റിയത്? നിനക്ക് ദോഷം വരുത്തിയവർ, വിഷമം വരുത്തിയവർ ആരാണെങ്കിലും എന്നോട് പറയൂ. അവർ വധിക്കപ്പെടേണ്ടവരാണെങ്കിൽ ഞാൻ അവരെ നിന്റെ ഇഷ്ടപ്രകാരം വധ്യരല്ലാതാക്കാം. അവർ നിർധനരാണെങ്കിൽ അവരെ ധനികന്മാരാക്കാം. അവർ ധനികരാണെങ്കിൽ അവരെ നിർധനരാക്കാം. അവർ വധിക്കപ്പെടേണ്ടവരാണെങ്കിൽ വധിക്കപ്പെടാതിരുത്താം. വധിക്കേണ്ടവരല്ലെങ്കിൽ അവരെ വധിക്കാം. ഇങ്ങനെയൊക്കെ രാജാവ് ഒരു സ്ത്രീ ലംബടനെ പോലെ കൈകേയിയോട് പറയുകയാണ്. എന്താണ് നിനക്ക് വേണ്ടത്? നിന്നെ ഉപദ്രവിച്ചേ അല്ല നിനക്ക് വിഷമം വരുത്തിയ ആരായാലും ദേവി പറയൂ. നീ എന്നൊരു വാക്കുപോലും അവിടെ ദശരഥ മഹാരാജു പറയുന്നില്ല. ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ സംസാരിച്ചു പോയതാണ്. ദേവി 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 എന്നാണ് ഓരോ ഭാര്യമാരെയും വിളിക്കുന്നത്. കാരണം എന്താണ്? സ്ത്രീകളെ ദേവിയുടെ പദവിയിൽ, ഐശ്വര്യലക്ഷ്മിയുടെ പദവിയിലായിരുന്നു നമ്മുടെ പുരാതന ഭാരതം കണ്ടിരുന്നത്. കലിയുഗത്തിലേക്ക് വന്നപ്പോൾ സ്ത്രീക്ക് ആ പദവിയുമില്ല. വെറും ഒരു സ്ത്രീയുടെ പോലും പദവിയില്ലാത്ത സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് വെറും ഒരു വസ്തുവായിട്ട്, ഒരു ഉപഭോഗ വസ്തുവായിട്ട് പെൺകുട്ടികൾ മാറുകയാണ്. ആർക്കും വേണ്ടാത്ത ഒരു സാധനം എന്ന രീതിയിൽ തന്നെ എത്രയും വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്നേഹം നിറഞ്ഞ മനസ്സും സൗശീല്യവും എല്ലാം ഉണ്ടെങ്കിലും ധനവും എല്ലാം കൊണ്ട് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന പെൺകുട്ടി എന്നാലും അവിടെ അവളൊരു അധികപ്പറ്റായിട്ട് അവളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവസാനം അവളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രാകൃതമായ കാലഘട്ടമാണ് ഈ കലിയുഗം. അപ്പോൾ ഇവിടെ കൈകേയി ദേവിയോട് ചോദിക്കുമ്പോൾ ദേവി വളരെ കോപത്തോടുകൂടി കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട് ദശരഥ മഹാരാജാവ് മൂർച്ഛിച്ചു വീണു. പിന്നെയും ഒരു മുഹൂർത്തം മാത്രം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഉണരുന്നു. വീണ്ടും വിലപിച്ച് കരയുന്നു. ഇതെന്താണ് നിനക്ക് പറ്റിയത്? മക്കളിൽ ഏറ്റവും പ്രിയൻ രാമനോട് ആണെന്നല്ലോ നീ എപ്പോഴും പറയുന്നത് ദേവി. ഇപ്പൊ നിനക്ക് എന്താണ് ദേവി നിനക്ക് പറ്റിയത്? എന്തു പറ്റി? ഞാൻ മരിച്ചു പോകും ഇതൊക്കെ കേട്ടാൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മോഹലസ്യപ്പെട്ട് വീണ് കരയുന്ന ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വിച്ഛിന്നമായ അഭിഷേകത്തിന്റെ ആദ്യ ഭാഗമാണ്. അടുത്ത ഭാഗത്ത് ബാക്കി വിശദമായി പറയാം. അപ്പോൾ എല്ലാം ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി ഭക്തിയോടുകൂടി എല്ലാ മനസ്സുകളിലും ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമ തത്വം നിറയട്ടെ. ഒപ്പം മൂലപ്രകൃതിയായ സീതാദേവിയുടെ തത്വവും ഉറയ്ക്കട്ടെ. ത്യാഗഭക്തിയുടെ, സമർപ്പണ ഭക്തിയുടെ പൂർണ്ണരൂപമായ ഹനുമാൻ സ്വാമിയുടെ ആ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.